ഓക്കെ, സോ കഴിഞ്ഞ വർഷമാണ് മൈക്രോമാക്സ് എന്ന ഇന്ത്യൻ കമ്പനി കംബാക്ക് ചെയ്തത്. നല്ല ഡീസൻ്റ് ആയ 2 ഫോൺസ് അവർ ഇറക്കിയിരുന്നു. ഇന്ന് മറ്റൊരു ഇന്ത്യൻ കമ്പനി, അതായത് ലാവ, അവരുടെ കംബാക്ക് ചെയ്തിരിക്കുകയാണ്. ലാവേൻ്റെ സൈഡിൽ നിന്ന് 4 ഫോൺസാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഈ 4 ഫോൺസും ബഡ്ജറ്റ് കാറ്റഗറിയിലാണ്, അതായത് 10,000 രൂപയുടെ താഴെയുള്ള കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഫോൺ ലോഞ്ചിനോടൊപ്പം തന്നെ ഒരു പുത്തൻ കോൺസെപ്റ്റും ലാവ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കോൺസെപ്റ്റാണ്. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ 4 ഫോൺസും, അതായത് ലാവേൻ്റെ Z1, Z2, Z4, Z6ൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ ഈ ഒരു മൈ Z എന്ന കോൺസെപ്റ്റാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ലാവ എന്ന ബ്രാൻഡ് ഇന്ന് 4 ഫോൺസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ Z1, Z2, Z4, Z6 കംപ്ലീറ്റ്ലി ഡിസൈൻ ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, അസംബിൾഡ് ഇൻ ഇന്ത്യ ഫോണാണ് ഈ 4 ഫോൺസും. ഓബ്വിയസ്ലി ചില കമ്പോണൻ്റൊക്കെ പുറത്തുനിന്ന് വരുത്തേണ്ടി വരും. അത് ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊസസ്സർ ആണെങ്കിലും മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ്. സോ ഓബ്വിയസ്ലി അത് ഇന്ത്യയിലല്ല മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പറ്റുന്നിടത്തോളം അവരെല്ലാം കമ്പോണൻസും ബാക്കി എല്ലാ കമ്പോണൻസും ഇന്ത്യൻ മാനുഫാക്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് കമ്പനീസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ലാവ പറയുന്നതനുസരിച്ച് ഈ എല്ലാ ഫോൺസും, ഈ 4 ഫോൺസും ഡിസൈൻ ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺസ് ആണ്. മൈക്രോമാക്സിൻ്റെ 2ാം വരവിൽ അവരെടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആയിരുന്നു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിൻ്റെ. അതായത് മൈക്രോമാക്സിൻ്റെ 2 ഫോൺസിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ രീതിയിൽ ലാവൻ്റെ ഈ 4 ഫോൺസിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതായത് ബ്ലോട്ട്വെയർസ് ഇല്ലാത്ത, ആഡുകളില്ലാത്ത സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ 4 ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫോണാണ് ലാവ Z1. ഇതൊരു എൻട്രി ലെവൽ ബേസിക് സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ലെവൽ ഫോണാണ് ലാവ Z1. വളരെ ബേസിക് ആയ സ്പെസിഫിക്കേഷൻസ് ആണ്. നോർമൽ യൂസിന് വേണ്ടി, അതായത് ഫോൺ കോൾ, വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലത്തെ ബേസിക് യൂസിന് വേണ്ടി ഫോൺ വാങ്ങിക്കുന്നവരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഫോണിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സ്പെസിഫിക്കേഷൻസ് ആണ് തന്നിരിക്കുന്നത്. 5499 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുള്ള ഡിസൈനാണ്. 5 ഇഞ്ചിൻ്റെ, അതായത് കോമ്പാക്റ്റ് ഫോണാണ്. 5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. വിത്ത് ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് 5499 റുപ്പീസിന് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. ഒബ്വിയസ്ലി ഹൈ ലെവൽ ചിപ്സെറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സ്റ്റിൽ ഹീലിയോൻ്റെ A20 ചിപ്സെറ്റ് വരുന്നുണ്ട്. 2GB + 16GB ആണ് വേരിയൻറ്റ്. 5 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ സെൽഫി, 3100 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഗോ ആണ്. വിത്ത് നോ ആഡ്സ് ആൻഡ് നോ ബ്ലോട്ട്വെയർ. സോ കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് സ്മൂത്ത് പെർഫോമൻസ് ആണ്, ക്ലീൻ ആൻഡ് സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റ് 3 ഫോണുകളും, ലാവ Z2 ആണെങ്കിലും Z4 ആണെങ്കിലും Z6 ആണെങ്കിലും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. പക്ഷേ അവിടെ ചില സ്പെസിഫിക്കേഷൻസിൽ മാറ്റമുണ്ട്. ഓബ്വിയസ്ലി Z2 ബേസിക് ആണ്, Z4 കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്, Z6 ആണ് മെയിൻ ടോപ്പ് വേരിയൻറ്റ്. ലാവ Z2ൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ ഇതിലും മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഡിസൈൻ വരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. Z1ൽ 5 ഇഞ്ചിൻ്റെ ആയിരുന്നു, ഇതിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ആണ്. HD+ ഡിസ്പ്ലേ വിത്ത് ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 2.5D കർവ്ഡ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഡിസ്പ്ലേ ആണ്. ഹീലിയോ G35 ചിപ്സെറ്റ് വരുന്നുണ്ട്. 2GB 32GB ആണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ + 2 മെഗാ പിക്സൽ റിയർ ക്യാമറ സെറ്റപ്പ്, 8 മെഗാ പിക്സലിൻ്റെ സെൽഫി, 5000 mAh ബാറ്ററി, 10 വാട്ട് നോർമൽ ചാർജർ. 6999 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്, ഡീസൻ്റ് ആണ്. ഹീലിയോ G35 കിട്ടുള്ളൂ ഈ പ്രൈസിൽ, അതിനേക്കാൾ ബെറ്റർ പ്രൊസസ്സർ കിട്ടില്ല. സോ G35 ഓക്കെ ആണ് ഈ പ്രൈസ് പോയിന്റിൽ. പിന്നെ ബാക്കി വരാൻ പോകുന്ന 2 ഫോൺസിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എക്സാക്ട്ലി സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്. ഇനി ലാവ Z4 എടുക്കുകയാണെങ്കിൽ മെയിൻ വ്യത്യാസം വരുന്നത് അതിൻ്റെ വേരിയൻറ്റിലാണ്, പിന്നെ ക്യാമറ സെറ്റപ്പിലാണ്. സോ Z4ൽ 4GB റാമും 64GB സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ ക്യാമറ, അതായത് 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്. ബാറ്ററി സെയിം ആണ്, 5000 mAh ബാറ്ററി ഉണ്ട്. 10 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. ഇതിൽ പ്രോപ്പർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. സോ ലാവൻ്റെ Z1ലും 2ലും ആൻഡ്രോയിഡ് ഗോ ആയിരുന്നെങ്കിൽ Z4ലും Z6ലും നോർമൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. വിത്ത് നോ ആഡ്സ്, നോ ബ്ലോട്ട്വെയർ. ലാവ Z4ൻ്റെ പ്രൈസാണ് 8999 രൂപ. ഇനി Z6ൽ ഓബ്വിയസ്ലി മനസ്സിലായി കാണും, 6GB റാം ആണ്. സോ 6GB റാം + 64GB ആണ് സ്റ്റോറേജ്. ലാവ Z6ൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. സോ ഓക്കെ ആണ്, നല്ല ഡീസൻറ്റ് ഫോൺസ് തന്നെയാണ്. എസ്പെഷ്യലി Z1ഉം Z2യും നല്ല ഫോൺസ് ആണ്.
സോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ആവശ്യമില്ലാത്ത ബ്ലോട്ട് വേർസ്, കാരണം ഈ ഒരു കുറഞ്ഞ റാം ഉള്ള ഫോൺസിൽ കൂടുതൽ ബ്ലോട്ട് വേർസ് വന്നാൽ ഇനിയും സ്ലോ ആവത്തേ ഉള്ളൂ. സോ ബ്ലോട്ട് വേർസ് ഇല്ല, ആഡ് ഇല്ല, ഒന്നുമില്ല. വളരെ ക്ലീൻ സ്മൂത്ത് പെർഫോമൻസ് കിട്ടും, എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്കിതിൽ. സോ Z1 Z2 ഓക്കെ ആണ്. Z4ഉം സ്റ്റിൽ നമുക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റും. 9,000 റുപ്പീസിൽ ഹീലിയോ G35 ആണ്, ഓക്കെ ആണ്. പക്ഷേ G6ൽ നിർബന്ധമായിട്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ചിപ്സെറ്റ് കൊടുക്കേണ്ടതായിരുന്നു. സ്പെഷ്യലി G70 G80 ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം മൈക്രോമാക്സിൻ്റെ ഇൻ നോട്ട് 1ൻ്റെ പ്രൈസ് 10,999 ആണ്. അതിൽ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, G85 പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം അവിടെ ഈ ഒരു ഫൈനൽ ലാവൻ്റെ Z6 ഫോണിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു അത്രയും വാല്യൂ ഫോർ മണി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻട്രി ലെവലായ ആ രണ്ട് ഫോൺസും Z1ഉം Z2 നല്ല ഫോൺസ് തന്നെയാണ്. ഈ ഒരു ലോഞ്ച് ഈവൻറ്റിൽ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ് ലാവ മുന്നോട്ട് വെച്ചത്. ആ കോൺസെപ്റ്റിൻ്റെ പേരാണ് MyZ. നോർമലി നമ്മളൊരു PC ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എത്ര സ്റ്റോറേജ് വേണം, എത്ര റാം വേണം അല്ലേ. അതേ രീതിയിൽ നിങ്ങൾക്ക് ലാവൻ്റെ Z സീരീസ് ഫോൺസിൽ ഇതെല്ലാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. എല്ലാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്യാമറ മോഡൽ എങ്ങനെ ആയിരിക്കണം, എത്ര റാം വേണം, പിന്നെ എത്ര സ്റ്റോറേജ് ആയിരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് കൺഫിഗർ ചെയ്യാൻ പറ്റും. അതനുസരിച്ചായിരിക്കും ഒരു പ്രൈസ് വരുന്നത്, ഒരു പ്രൈസ് കോട്ട് വരുന്നത്. സോ മെയിൻലി ഈ 3 സംഭവങ്ങളാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഫിക്സ്ഡ് ആയിരിക്കുന്ന സംഭവങ്ങളാണ് ഒബ്വിയസ്ലി ഡിസ്പ്ലേ മാറില്ല, ഡിസ്പ്ലേ ഫിക്സ്ഡ് ആണ്, ബാറ്ററി കപ്പാസിറ്റി ഫിക്സ്ഡ് ആണ്, പിന്നെ ചിപ്സെറ്റ് ഫിക്സ്ഡ് ആണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് 2GB റാം എടുക്കാം, 4GB എടുക്കാം, 6GB എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 13+2 അല്ലെങ്കിൽ 13+5+2ൻ്റെ ക്യാമറ സെറ്റപ്പ് സെലക്ട് ചെയ്യാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ വേണോ അതോ 16 മെഗാ പിക്സൽ വേണോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. റെഡ് കളർ വേണോ ബ്ലൂ കളർ വേണോ. സോ നല്ല കസ്റ്റമൈസേഷൻ, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നി ഇതുപോലത്തെ ഒരു കസ്റ്റമൈസേഷൻ ഫീച്ചർ ഒരു ബ്രാൻഡ് മുന്നോട്ട് വെക്കുന്നത്. നല്ലൊരു സംഭവമാണ്. അപ്പോൾ എത്രമാത്രം ഫീസിബിൾ ആണ് അറിയില്ല. ചിലപ്പോൾ മിഡ് റേഞ്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് ചിലപ്പം അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു കോൺസെപ്റ്റാണ്, നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോൺസ്. ലാവ ഒരു പുതിയ സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ഒരു പുതിയ ഫിറ്റ്നസ് ബാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നായിരുന്നു അതിൻ്റെ ലോഞ്ച്. ഡീസൻ്റ് ആണ്, ഒരു ആവറേജ് ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ നോർമൽ കിട്ടുന്ന ഫിറ്റ്നസ് ബാൻഡാണ്. പ്രൈസാണ് 2699 റുപ്പീസ്. പിന്നെ മറ്റൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ട്രാറ്റജി ലാവ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലാവൻ്റെ Z2 ഫോൺ വാങ്ങി. Z2 ഫോൺ എന്ന് പറയുമ്പോൾ 2GB കപ്പാസിറ്റിയുള്ള ഹീലിയോ G35 പ്രൊസസ്സറുള്ള ഫോണാണ്. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഒരു 1, 2, 3 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ റാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സ്റ്റോറേജ് വേണം. ഈ ഒരു ഫോൺ നിങ്ങളുടെ ലാവ Z2 ഫോൺ 2GB ഉള്ള ലാവ Z2 ഫോൺ തിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു പ്രൈസ് ഡിഫറൻസ്, സോ നിങ്ങൾക്ക് ലാവ Z4 വേണമെങ്കിൽ Z2 Z4ൻ്റെ പ്രൈസ് ഡിഫറൻസ് കൂടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്കൊരു പുത്തൻ ലാവ Z4 മേടിക്കാൻ കഴിയും. ഈ ഒരു സ്ട്രാറ്റജീൻ്റെ മെയിൻ റീസൺ കസ്റ്റമർ റിട്ടൻഷനാണ്. അതിൻ്റെ അർത്ഥമാണ് ലാവ ഒരു കംബാക്ക് ചെയ്യുകയാണല്ലേ. സോ പുതിയ ഫോൺസ് ആണ് വരുന്നത്. ചിലപ്പോൾ അവിടെ ഇവിടെ പ്രശ്നങ്ങൾ വന്നേക്കാം. അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ അത് കൊടുത്തിട്ട് പുതിയ ഫോൺ, ലാവൻ്റെ പുതിയ ഫോൺ തന്നെ വാങ്ങണം എന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഈ ഒരു കംബാക്ക് ഒരു ഡീസൻറ്റ് കംബാക്ക് എന്ന് പറയാൻ പറ്റും. മൈക്രോമാക്സിൻ്റെ ലെവലുള്ള പവർ വന്നിട്ടില്ല, ഇനിയും പവർ വരാനുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, എസ്പെഷ്യലി ആ ഒരു ഹയർ വേരിയൻറ്റിൽ. സോ 9999ൻ്റെ വേരിയൻ്റ് ഉണ്ട് ലാവ Z6. 6GB റാമൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാലോ മെയിൻ സംഭവം പ്രൊസസ്സറാണ്. പ്രൊസസ്സർ വീക്ക് ആയാലും ഫോൺ വീക്ക് ആവും. 6GB ആണെങ്കിലും 4GB ആണെങ്കിലും 9,999 റുപ്പീസിൻ്റെ ലാവ Z6ൽ നിർബന്ധമായിട്ടൊരു G70 G80 കൊടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ HD+ ഡിസ്പ്ലേ എങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ബാക്കി എൻട്രി ലെവൽ ലാവ Z1 നോക്കുകയാണെങ്കിൽ Z2 നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ലെവൽ ഫോൺ തന്നെ ആയിരിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ, ഡിസൈൻ ഇന്ത്യയൊക്കെ ഓക്കെയാണ്. ഫസ്റ്റൊക്കെ സെയിൽസ് കിട്ടുമെങ്കിലും പിന്നീട് പ്രോഡക്റ്റ് നന്നായിരിക്കണം, വാല്യൂ ഫോർ മണി ആയിരിക്കണം. പ്ലസ് ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഒരു സക്സസ് കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ കംബാക്ക് ചെയ്തിരിക്കുന്നത്. MyZ എന്ന കോൺസെപ്റ്റും പിന്നെ ZF എന്ന കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വ്യത്യസ്തമായ കോൺസെപ്റ്റ് കൊണ്ടാണ് ലാവ വന്നിരിക്കുന്നത്. സോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ കാണും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലാവൻ്റെ കംബാക്കിനെ കുറിച്ച്. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.